ഓക്കെ, ആറ്റത്തിന്റെ സബ്ഷെല്ലുകൾ ആകാൻ സാധ്യതയില്ലാത്തത് ആ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ആ ക്വസ്റ്റ്യന് ആൻസേഴ്സ് കൊടുത്തേക്കണ 2S 5S 4D 3F ഇങ്ങനെയാണ് കൊടുത്തേക്കണത്. അപ്പൊ അതില് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ, ഞാനത് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരാവേ. ഓക്കെ, നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ സബ്ഷെല്ലാണെന്നുണ്ടെങ്കിൽ അല്ല, ഒന്നാമത്തെ ഷെല്ലാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു സബ്ഷെല്ലേ ഉണ്ടാവുള്ളൂ, അത് 1S ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഷെല്ലാണെന്നുണ്ടെങ്കിൽ 2 സബ്ഷെൽ ഉണ്ടെന്ന് പറഞ്ഞു, അത് 2S 2P ആണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഷെല്ലാണെങ്കിൽ 3 സബ്ഷെൽ ഉണ്ട്, 3S 3P 3D. നാലാമത്തെ ഷെല്ലാണെങ്കിൽ 4 സബ്ഷെൽ ഉണ്ട്, 4S 4P 4D 4F. അപ്പൊ ഇതില് ആറ്റത്തിന്റെ സബ്ഷെൽ ആകാൻ സാധ്യതയില്ലാത്തത് ആദ്യത്തെ 2S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സബ്ഷെല്ലാണ്. അപ്പൊ അതില് 2 സബ്ഷെൽ ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് 2S ഉണ്ട്, അതേപോലെ തന്നെ 2P ഉണ്ട്. അപ്പൊ 2S 2P ആവാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ എ 2S എന്തായാലും ആറ്റത്തിന്റെ സബ്ഷെൽ ആകാൻ സാധ്യത ഉള്ളതാണ്. അടുത്തത് നമ്മൾ പറഞ്ഞു, അടുത്ത ഓപ്ഷൻ 5S ആണ്. എല്ലാ സബ്ഷെല്ലിലായാലും ആദ്യം തുടങ്ങണത് S വെച്ചിട്ടാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ അഞ്ചാമത്തെ ഒരു സബ്ഷെല്ല് വന്നു കഴിഞ്ഞാൽ അതിൽ 5 സബ്ഷെല്ല് ഉണ്ട്. 5 സബ്ഷെല്ല് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് 5S 5P 5D 5F എന്തായാലും വരും. ഓക്കെ, അപ്പൊ 5S എന്തായാലും സബ്ഷെല്ല് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ 4D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ ഷെല്ല് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ പിയുടെ അപ്പുറത്തൊക്കെ കാണുന്ന 3 അല്ലെങ്കിൽ ഈ 1ന്റെ അപ്പുറത്ത് എസിന്റെ അപ്പുറത്ത് കിടക്കുന്ന 1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷെൽ നമ്പർ ആണ് പറയണത്. അപ്പൊ 4D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ ഷെല്ലിലുള്ള സബ്ഷെല്ലുകളാണ്. അപ്പൊ നാലാമത്തെ ഷെല്ലിൽ വരുന്ന സബ്ഷെല്ലുകൾ 4S വരാം, 4P വരാം, 4D വരാം, 4F വരാം. അപ്പൊ 4D അവിടെ ഉണ്ട്, അപ്പൊ സബ്ഷെൽ ആവാൻ സാധ്യതയുണ്ട്. 3F അടുത്ത ഓപ്ഷൻ D. 3F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ലാണ് നമ്മൾ ഉദ്ദേശിക്കണേ. മൂന്നാമത്തെ ഷെല്ലിൽ ആകെ 3 സബ്ഷെല്ല് വരാൻ സാധ്യതയുള്ളൂ. 3S 3P 3D 3F വരില്ല. അങ്ങനെയാണ് 3F ആൻസർ അല്ലാതിരുന്നത്. 3F വന്നത് ആൻസർ. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം എന്നാ. ഇന്ന് പിള്ളേര് ഭയങ്കര കുറവാണല്ലോ, 39 പേരുള്ളൂല്ലോ. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടോ? തരണ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ചോദിക്കണ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ചോദിച്ചേക്കണ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ തന്നേക്കണത് മുഴുവൻ. ഒരു ക്വസ്റ്റ്യനും എക്സ്ട്രാ ഞാനായിട്ട് ഇട്ടതില്ല കേട്ടോ. മാം, ആ ഇലക്ട്രോൺ കാണപ്പെടുന്ന മേഖല സബ്ഷെല്ലിലെ ഓർബിറ്റ് അത് ഓർബിറ്റൽ എന്നാണല്ലേ? ഓർബിറ്റൽ ആണ്. അത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതേനെ നമ്മൾ ആദ്യം പഠിച്ച പേര് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. ഇത് ഇലക്ട്രോൺ കാണാൻ സാധ്യത കൂടിയ ഏരിയ എന്ന് പറയുന്നത് അത് ഓർബിറ്റൽ ആണ് കേട്ടോ. അത് കൺഫ്യൂഷൻ വരണം, ഓർബിറ്റ്. അത് കൺഫ്യൂഷൻ ആവൂന്നുള്ളത് കൊണ്ടാണ് അത് ഇട്ടത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യം പറഞ്ഞോ. അപ്പൊ ഈ ക്വസ്റ്റ്യനില് ഉപഊർജാലകളിൽ നിന്ന് വന്നില്ലെങ്കിലും ഓർബിറ്റൽ തന്നെ ആയിരിക്കും ആൻസർ. ഞാൻ ഉപഊർജല കാണാത്തോണ്ട് ഓർബിറ്റ് ആയിരിക്കും വിചാരിച്ചേ. അതായത് ഇത് നോക്കിയേ, ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതില്ലേ, ആധുനിക സിദ്ധാന്തം അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകൾ. ഇതാണ് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യത കൂടിയ മേഖലകളെ നമ്മൾ പറയണ പേരാണ് ഓർബിറ്റലുകൾ എന്ന്. ഇനി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന സഞ്ചാര പാതേനെയാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഓർബിറ്റ് എന്നാവും ആൻസർ. ഇത് ഇലക്ട്രോണുകൾ കാണാൻ സാധ്യത കൂടിയ പ്രോബബിലിറ്റി കൂടിയുള്ള ഏരിയ ആയതുകൊണ്ടാണ് അതിന്റെ ആൻസർ ഓർബിറ്റൽ എന്ന് വന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്.
ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? മറ്റേ ഇതൊക്കെ ചെയ്താ ഈ നമ്മുടെ പീരിയോഡിക് ട്രാൻസിന്ന് വന്ന 2 ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ക്ലിയർ ആയാ ചെയ്താ എല്ലാവരും? അത് ക്ലിയർ ആയി. ഇത് മാത്രം തെറ്റിയേ. ഡി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് അത് ഇതുവരെ ക്ലിയർ ആയില്ലേ എനിക്ക്? അതായത് നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഷെല്ലിലാണെങ്കിൽ ഒരു സബ്ഷെല്ല്, രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ 2 സബ്ഷെല്ല്, മൂന്നാമത്തെ ഷെല്ലാണെങ്കിൽ 3 സബ്ഷെല്ല്, നാലാമത്തെ ഷെല്ലാണെങ്കിൽ 4 സബ്ഷെല്ല്. അപ്പൊ ഇവിടെ നോക്കിയേ 1s എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലില് എസ് എന്നുള്ള സബ്ഷെല്ല്, 2s എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലിലെ സബ്ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ 2 സബ്ഷെല്ല്, ഒന്ന് എസും പിയും. അവരുടെ പേര് രണ്ടാമത്തെ ഷെല്ല് ആയതുകൊണ്ടാണ് 2s 2p. പിന്നെ ഏതോ ക്വസ്റ്റ്യൻ, വേറെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? വേറെ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ, സോറി. ഡി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട് ചെയ്തില്ലേ? 5. അത് നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10 ഡിയിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓർബിറ്റലിന്റെ എണ്ണം പഠിച്ചില്ലെങ്കിലും ഇലക്ട്രോണിന്റെ എണ്ണം എന്തായാലും പഠിക്കണം. അപ്പൊ ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് കാണുക. അപ്പൊ 10 ഇലക്ട്രോൺസ് കാണണമെങ്കിൽ എത്ര ഓർബിറ്റൽ വേണം? 5 ഓർബിറ്റൽ അല്ലേ വരിക? 5 × 2 ചെയ്യുമ്പോഴല്ലേ 10 കിട്ടുക. ഒരു ഓർബിറ്റലില് മാക്സിമം 2 ഇലക്ട്രോൺസ്. അപ്പൊ എസില് മാക്സിമം 2 ഇലക്ട്രോൺസ് വരണമെങ്കിൽ ആകെ ഒരു ഓർബിറ്റലേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇതാണ് പഠിക്കേണ്ടത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പഠിക്കുക. അപ്പൊ നമുക്ക് എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് കിട്ടും. അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. കാരണം എന്താ, ഒരു ഓർബിറ്റലിന് മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ 2 ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ 2/2 ചെയ്താൽ അവിടെ 1 കിട്ടും, 6/2 ചെയ്താൽ അവിടെ 3 കിട്ടും, 10/2 ചെയ്താൽ 5 കിട്ടും, 14/2 ചെയ്താൽ 7 കിട്ടും. ക്ലിയർ അല്ലേ? രണ്ടും പഠിച്ച് കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഏതെങ്കിലും ഒന്ന് പഠിക്കാൻ പറഞ്ഞത്. എന്തായാലും എസിലും പിയിലും ഡിയിലും എഫിലും എത്ര ഇലക്ട്രോൺസ് മാക്സിമം ഉണ്ടാവും എന്നുള്ളത് എന്തായാലും പഠിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഇനി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതണമെങ്കിൽ ആ വാല്യൂ അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ അത് പഠിക്കാം, ഓർബിറ്റലിന്റെ നമ്പർ പഠിച്ചില്ലെങ്കിലും. ഇനി എല്ലാ മറ്റേ പീരിയോഡിക് ട്രാൻസിന്ന് വന്ന ക്വസ്റ്റ്യൻസ് 2 ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അത് ചെയ്താ ആരൊന്നും പറയണില്ലല്ലോ. അത് ചെയ്തു, കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ബാക്കി ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവരും അതിന്റെ ഓർഡർ പഠിച്ചിട്ടുണ്ടാ? ഓർഡർ പഠിക്കാണ്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഓർഡറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ കിട്ടാത്തവര് ആ പടം ഒന്ന് വരച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അപ്പൊ കിട്ടും. ഓക്കെ, ഏത് നേരം പടം വരച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഓർഡർ പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ക്ലിയർ ആയിരുന്നു തോന്നുന്നു. എസിലാണെങ്കിൽ മാക്സിമം 2 ഇലക്ട്രോൺസ്, പിയിലാണെങ്കിൽ മാക്സിമം 6 ഇലക്ട്രോൺസ്, ഡിയിലാണെങ്കിൽ 10 ഇലക്ട്രോൺ, എഫിലാണെങ്കിൽ 14 ഇലക്ട്രോൺസ്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓർഡർ നമ്മൾ പറഞ്ഞു അല്ലെ. 1s കഴിഞ്ഞാൽ എനർജി കൂടുതൽ 2sലാണ്, പിന്നെ 2p, 3s, 3p, 4s, 3d, 4p ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ് കേട്ടോ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് ചിലപ്പോൾ പറയാറുണ്ട് ചിലടത്ത്. ഇതിന് ശരിക്കും പറയാം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നമ്മൾ മുന്നേ 2, 8, 7 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ, അതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് ശരിക്കും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ തന്നിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാലും തെറ്റെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ഇനി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പഠിക്കുക. ഞാൻ അത് പതുക്കെ എടുക്കുള്ളൂ. നിങ്ങൾ അടുത്തൊരു ബുക്കും പെന്നും വെക്കുക, ചെയ്ത് നോക്കാട്ടോ. ഇത് കമന്റ് ചെയ്യാൻ ഇത്തിരി പാടായതുകൊണ്ട് നിങ്ങൾ ആൻസർ ആരെങ്കിലും ഒക്കെ ആയിട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ക്ലിയർ ആയില്ലെങ്കിലും പറഞ്ഞോളൂ. ഓക്കെ, ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അത് ഈ ആദ്യത്തെ 1s ഫില്ലാവും. കാര്യം എന്താ, എസിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് പറ്റും. ഇവിടെ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അത് ഈ 1s1 ഫില്ലാവും. ഇനി ഹീലിയം, അടുത്ത എക്സാമ്പിൾ, ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. അപ്പൊ ഈ ഓർഡറിൽ ആദ്യം കിടക്കണം 1s എഴുതുക. എസിലാണെങ്കിൽ 2 ഇലക്ട്രോൺസ് ഫില്ലാവും. ഈ മുകളിൽ എഴുതണതാണ് കേട്ടോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇത് ഷെല്ലിന്റെ നമ്പർ ആണ്, ഇത് സബ്ഷെൽ എസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ മാക്സിമം 2 ഇലക്ട്രോൺസ് എസിൽ പറ്റും. അങ്ങനെ 1s2 വന്നു. കാർബൺ ആണെന്നുണ്ടെങ്കിൽ 6 ആണ് ആറ്റോമിക് നമ്പർ. അപ്പൊ ആദ്യത്തെ 1s 2 ഇലക്ട്രോൺസ് പോയി,
പിന്നെ അടുത്തത് എസിൽ മാക്സിമം 2 പറ്റുള്ളൂ. അടുത്ത ഷെല്ല് 2s വന്നു. 2s മാക്സിമം 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. അപ്പൊ കൂട്ടി വെക്കുക 2 + 2 4. ഇനി ബാക്കി 2 ഇലക്ട്രോൺസും കൂടിയാണ് ഫില്ല് ചെയ്യാനുള്ളത്. അത് അടുത്ത 2p പോയി. 2p നമുക്കറിയാം 6 ഇലക്ട്രോൺസ് മാക്സിമം പറ്റും. അപ്പൊ ഇവിടെ ആകെ 4 കഴിഞ്ഞ് പിന്നെ ബാക്കി 2 കൂടി ഉള്ളൂ. അപ്പൊ 2p2. ഇങ്ങനെയാണ് ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. ഇനി നിങ്ങൾക്ക് ഞാൻ ഇതിലെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാൻ തരാം. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പതുക്കെ സമയം എടുത്തൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഓർഡർ നോക്കിയിട്ടായാലും എഴുതിയാൽ മതി. ഞാൻ ആ പടം ഇടാം. നൈട്രജൻ ആറ്റോമിക് നമ്പർ 7. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയത് ഈ പടം വെച്ചിട്ട് ചെയ്ത് നോക്കാം. നൈട്രജൻ ആറ്റോമിക് നമ്പർ 7. പതുക്കെ പോവുള്ളൂ. മനസ്സിലാവാത്തവര് ചോദിച്ചോളൂ. ബുക്ക് എടുത്ത് എഴുതാട്ടാ. നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം. കിട്ടിയെന്നൊന്ന് കമന്റ് ചെയ്തോളൂ. ഇത് മെസ്സേജ് ടൈപ്പ് ചെയ്തിടാൻ നിങ്ങൾക്ക് ഇത്തിരി പാടായിരിക്കും. അപ്പൊ കിട്ടിയവര് കിട്ടിയെന്ന് പറഞ്ഞൊന്ന് റിപ്ലൈ ഇട്ടോളൂ. ഇങ്ങനെ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. പക്ഷെ എസിന് ശരിക്കും മുകളിലേക്കാണ് 2 എഴുതേണ്ടത്. ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ ഇങ്ങനെ എഴുതിക്കോ. കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ എഴുതിക്കോ. കുഴപ്പമില്ല. ചിലവർക്ക് പകുതി ഉള്ളൂല്ലോ. 1s2 2s2 2p2. 7 ഇലക്ട്രോൺ കിട്ടിയോന്ന് നോക്കിക്കോളൂ. കുറച്ചു പേരെ കിട്ടിയെന്ന് പറയണുള്ളൂല്ലോ. ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ലേ? മനസ്സിലാവാത്തവര് ചോദിച്ചോളൂ ട്ടാ. കുറെ പേർക്ക് പല ആൻസർ ആണല്ലോ. എല്ലാവർക്കും കിട്ടിയോ? കിട്ടാത്തവരൊന്ന് പറയണേ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയെന്ന് പറയണു. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7 ആണ്. അപ്പൊ നോക്കിയേ, ആദ്യത്തെ 2 ഇലക്ട്രോൺസ് ആദ്യത്തെ 1s ഫില്ല് ചെയ്യും. അപ്പൊ 1s2. അടുത്തത് അടുത്ത 2s 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യും. അപ്പൊ 2s2 1s2 2s2. ഇനി അടുത്തത് ഇപ്പൊ മൊത്തം 4 ഇലക്ട്രോൺ ആയി. ഇനി ബാക്കി 3 ഇലക്ട്രോൺ ഉണ്ട്. അത് അടുത്ത 2p ഫില്ല് ചെയ്യും. 2p3. അപ്പൊ ഇവിടെ നോക്കിയേ, 4 2 + 2 4 4 + 3 7 ആയി. ആറ്റോമിക് നമ്പർ 7 ആണ്. ഈ പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺസ് വരെ കൊള്ളും. അതുകൊണ്ട് 2p3 വരെ. ഓക്കെ, അപ്പൊ 1s2 2s2 2p3 ആണ് ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കിട്ടാത്തവർക്ക് കിട്ടിയാ? കുറെ പേര് അടുത്തതിലേക്കൊക്കെ പോയിട്ടല്ലോ. ഇതെല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ? 1s2 2s2 2p3. ഓക്കെ, അടുത്ത ഒരെണ്ണം തരാം. ഓക്സിജൻ 8, ആറ്റോമിക് നമ്പർ 8. ഓക്സിജൻ ആറ്റോമിക് നമ്പർ 8.
കിട്ടാത്തൊരു ആ ആറ്റോമിക് നമ്പർ 8 ഇലക്ട്രോൺസ് എണ്ണുമ്പോ കിട്ടണ്ടോന്ന് നോക്കി നോക്കിയോ? അതൊന്ന് നോക്കിയേ. എല്ലാവർക്കും കിട്ടണുണ്ടാ? കുറച്ചു പേരുടെ തെറ്റിയുണ്ടല്ലോ. എങ്ങനെയാ വരിക? 1s2 2s2 2p4. അതെന്തുകൊണ്ടാ? ആദ്യത്തെ 1sല് 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. പിന്നെ അടുത്ത ഇതിലേക്ക് പോയി 2sലേക്ക് പോയി. 2sല് അടുത്ത 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. അപ്പൊ നമ്മുടെ ഓക്സിജൻ അല്ലേ പറയണത്. അപ്പൊ 2s2. അപ്പൊ 2 + 2 4. ഇനി അടുത്തത് 2pയില് 4 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. അതെന്തുകൊണ്ടാ? പിയില് മാക്സിമം 6 എണ്ണം വരെ പറ്റും. അപ്പൊ 8 കിട്ടണ്ടോന്ന് നോക്കിയേ. 2 + 2 4, 4 + 4 8. ക്ലിയർ ആയോ? ആ ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് സോഡിയത്തിന്റെ ഒന്ന് എഴുതി വെക്കേ. സോഡിയം ആറ്റോമിക് നമ്പർ 11. സോഡിയം ആറ്റോമിക് നമ്പർ 11. കേൾക്കണില്ലേ? സോറി കേട്ടാ. ഓക്കെ. കിട്ടിയായിരുന്നാ? കാൽസ്യത്തിന്റെ ഒന്ന് ചെയ്ത് നോക്കാം. ആറ്റോമിക് നമ്പർ 20. കാൽസ്യം ആറ്റോമിക് നമ്പർ 20. ചെയ്ത് നോക്ക് കേട്ടാ. കാൽസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 20 ആയിട്ടുള്ള കാൽസ്യത്തിന്റെ. കാൽസ്യം ചെയ്ത് നോക്കണേ. 20 ആറ്റോമിക് നമ്പർ 20.
കിട്ടിയാ? എല്ലാവർക്കും കിട്ടിയാ? നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. കാൽസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 20 ആണ്. ആദ്യം 1s 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. അടുത്ത 2s 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. അടുത്തത് 2p6 ആണ്. പിയില് മാക്സിമം 6 ഇലക്ട്രോൺസ് വരെ പറ്റും. അത് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. എസിൽ മാക്സിമം 2 ഇലക്ട്രോൺസ്, പിയിലാണെങ്കിൽ മാക്സിമം 6 ഇലക്ട്രോൺസ്. അടുത്തത് 3s ഫില്ല് ചെയ്തു 2 ഇലക്ട്രോൺ, 3pയില് 6 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. പിന്നെ 4s 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. കൂട്ടി നോക്കി നോക്കിയേ. 4 + 6 10, 10 + 2 12, 12 + 6 18, 18 + 2 20. അടുത്ത തന്നെ ചെയ്ത് നോക്കിയേ. പൊട്ടാസ്യം 19, ആറ്റോമിക് നമ്പർ 19. ഒരു വ്യത്യാസവും ഇല്ല, ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ ആ ഇലക്ട്രോൺസ് കൂട്ടുമ്പോ 19 ആണോ 20 ആണോ എത്രയാണ് കിട്ടണമെന്നൊന്ന് നോക്കി നോക്കുക കേട്ടോ. പൊട്ടാസ്യം നമ്മൾ പറഞ്ഞു ആറ്റോമിക് നമ്പർ 19 ആണെന്ന്. ലാസ്റ്റ് കുറെ പേർക്ക് 4s2 കിട്ടിയിട്ടുണ്ടല്ലോ. അവരൊന്ന് കൂട്ടി നോക്കിയേ. 4s2 ലാസ്റ്റ് കിട്ടിയവരൊന്ന് കൂട്ടി നോക്കിയേ. ലാസ്റ്റ് 4s2 കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അവരൊന്ന് കൂട്ടി നോക്കിയേ. 19 ആണോ അത് കൂട്ടുമ്പോ 20 ആണോ കിട്ടാന്ന്? ഓക്കെ, ഞാൻ ആൻസർ വായിക്കാം. ഞാൻ അവിടെ ടൈപ്പ് ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. പൊട്ടാസ്യത്തിന്റെ ആൻസർ 1s2, 2s2, 2p6, 3s2, 3p6, ലാസ്റ്റ് 4s1 ആണ് വരിക കേട്ടാ. 4s1 ആണ് വരിക. കൂട്ടി നോക്കുമ്പോ 19 കിട്ടിയില്ലേ? ഓക്കെ, ഇത് ക്ലിയർ ആയോ? രണ്ടെണ്ണം കൂടി തരട്ടെ, എന്നിട്ട് പോയാ പോരെ അടുത്തേക്ക്. ഓക്കെ, രണ്ടെണ്ണം കൂടി എഴുതിക്കോ. അലുമിനിയം ആറ്റോമിക് നമ്പർ 13. അലുമിനിയം ആറ്റോമിക് നമ്പർ 13 ചെയ്ത് നോക്കിയേ. എല്ലാവരും ചെയ്യണേ, ചെയ്യാണ്ട് കിട്ടില്ല കേട്ടോ. ഓക്കെ, കുറെ പേർക്ക് ആൻസർ കിട്ടി. ഞാൻ ആൻസർ ഒന്ന് വായിക്കാം. 1s2, 2s2, 2p6, 3s2, 3p1 കേട്ടാ. കുറെ പേര് ശരിയാക്കിയുണ്ട്. 1s2, 2s2, 2p6, 3s2, 3p1 കൂട്ടുമ്പോ കിട്ടാല്ലേ 13. ഓക്കെ, ഒരെണ്ണം കൂടി വേണോ? ഒരെണ്ണം കൂടി ചെയ്ത് നോക്കണ? ഒരെണ്ണം കൂടി കുറെ പേർക്ക് ആൻസർ കിട്ടി. ഓക്കെ, ആർഗൺ എന്നാ ചെയ്തോ. AR എന്നാണ് ആർഗൺ എഴുതാട്ടാ. ക്യാപിറ്റൽ A സ്മോൾ ലെറ്റർ R. ആർഗൺ 18, ആറ്റോമിക് നമ്പർ 18. വേഗം ചെയ്ത് നോക്കിയേ.
ഓക്കെ, ഇനി ആരെങ്കിലും ചെയ്ത് കഴിയാത്തവരുണ്ടോ? ആൻസർ പറയട്ടെ. എല്ലാവരും ചെയ്ത് നോക്കിയാ ആൻസർ? ആ, കുറെ പേര് ശരിയായിട്ടുണ്ട്. ആൻസർ 1s2 2s2 2p6 3s2 3p6 കേട്ടാ. ഒന്നുകൂടി പറയാ, 1s2 2s2 2p6 3s2 3p6. ക്ലിയർ അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. ആ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ എന്ന് മെസ്സേജ് ചെയ്യും. ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാട്ടോ. ഇനി ആർക്കെങ്കിലും ഇത് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ഒരു ടാസ്ക് ആണ്. ക്രോമിയത്തിന്റെ ആറ്റോമിക് നമ്പർ 24 ആണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. CR എന്നാണ് ക്രോമിയം എഴുതുക, ക്യാപിറ്റൽ C, സ്മോൾ ലെറ്റർ R. ആറ്റോമിക് നമ്പർ 24 ആണ്. ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ക്രോമിയത്തിന്റെ ചെയ്ത് നോക്കാം. ആറ്റോമിക് നമ്പർ 24 ക്രോമിയം. ആ, ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്ക്. 2 എണ്ണം കൂടി ഞാൻ തരാം. ക്രോമിയം ആറ്റോമിക് നമ്പർ 24. മറ്റുള്ളവരുടെ ആൻസർ നോക്കിയിട്ട് നിങ്ങൾ ഡൗട്ട് അടിച്ചിരിക്കണ്ട. നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾക്ക് കിട്ടിയത് എഴുതിയാൽ മതി കേട്ടോ. പലരും പല ആൻസേഴ്സും റിപ്ലൈ ഇടും, കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾ ആൻസർ ഇട്ടോ. എല്ലാവരുടെയും കഴിഞ്ഞാ? ഓക്കെ, ആ ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കൂടി എഴുതിയേ. കോപ്പറിന്റെയും കൂടി എഴുതിയേ. കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ 29 ആണ്. CU വെച്ചിട്ടാണ് എഴുതാ കേട്ടാ. കോപ്പർ 29. കോപ്പർ 29 CU വെച്ചാണ് റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് എഴുതി നോക്കിയേ. കഴിഞ്ഞാ? ഓക്കെ, എല്ലാവരെയും കഴിഞ്ഞാ? ആൻസർ പറയട്ടെ. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. കുറെ പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, ക്രോമിയത്തിന്റെ നമുക്ക് മിക്കവർക്കും കിട്ടിയത് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ 1s2 2s2 2p6 3s2 3p6 4s2 3d4. ഇതൊന്ന് കൂട്ടി നോക്കാം, 24 കിട്ടുമോ നമുക്ക് നോക്കാവേ. 2 + 2 4, 4 + 6 10, 10 + 2 12, 16 18 കിട്ടിയില്ല, തെറ്റിപ്പോയ 10 12 18 20 24. ഓക്കെ, ഇനി കോപ്പറിന്റെ ആണെന്നുണ്ടെങ്കിൽ 29 കിട്ടുമോ നോക്കാം. 2 + 2 4, 10 12 18 20 29. ഓക്കെ, കുറെ പേര് എഴുതിയേക്കണത് അത് ശരിയാണ്. പക്ഷെ ക്രോമിയത്തിന്റെ കോപ്പറിന്റെ മാത്രം ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഇത് എക്സെപ്ഷണൽ കേസാണ്. ബാക്കി എല്ലാത്തിന്റെയും നിങ്ങൾ എഴുതിയ പോലെ തന്നെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. ഇതിന്റെ മാത്രം ക്രോമിയവും കോപ്പറും ഒന്ന് പഠിച്ചു വെക്കുക. ക്രോമിയത്തിന്റെ നമ്മൾ ഉദ്ദേശിക്കണത് ഇതാണ്, ഈ 3d4 വരും, അതേപോലെ തന്നെ ഇവിടെ 3d9 വരും എന്നാണ്. പക്ഷെ ഈ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ക്രോമിയത്തിന്റെ ആണ് ഇവിടെ 4s1ഉം 3d5ഉം ആണ് വരിക. കോപ്പറിന്റെ ആണെങ്കിൽ 4s1ഉം 3d10ഉം ആണ് വരിക. ഇതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 4s2 വരുന്നതിന് പകരം 4s1 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എസ്സില് മാക്സിമം പറ്റണ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. ഈ 2ന്റെ പകുതിയാണ് 1 എന്ന് പറയണത്. അപ്പൊ ഈ 1 ആവുമ്പോ ഇവിടെ 4s2 പകരം 4s1 വന്നു കഴിഞ്ഞാൽ എസ്സിൽ ആകെ 2 ഇലക്ട്രോൺസ് ആണ് പറ്റുള്ളൂ. അപ്പൊ ആ 2 ഇലക്ട്രോൺസിന്റെ പകുതി, അതാണ് 1 എന്ന് പറയണ സംഖ്യ. അപ്പൊ ഇവിടെ അതിനെ പറയാ ഹാഫ് ഫിൽഡ് എന്നാണ് പറയാ, ഹാഫ് ഫിൽഡ്. ഇവിടെ നോക്കിയേ, ഇവിടെ 4ന് പകരം ഇവിടത്തെ ഉള്ള ആ ഒരു ഇലക്ട്രോൺ ഈ ഡിയിലേക്ക് കൊടുത്താൽ D5 ആവും അല്ലെ. ഇത് കൂട്ടുമ്പോ നമുക്ക് 24 കിട്ടില്ലേ. 4 10 12 18 19 19 5 24. ഇവിടെ ഡിയില് മാക്സിമം പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. 10ന്റെ പകുതിയാണ് 5 എന്ന് പറയുന്ന സംഖ്യ. അപ്പൊ എസ്സിലുള്ള മാക്സിമം പറ്റുന്ന ഇലക്ട്രോൺ 2 ആണ്, 2ന്റെ പകുതി 1 ആണ്. ഇവിടെ ഡിയില് മാക്സിമം പറ്റുന്ന ഇലക്ട്രോൺസ് 10 ഇലക്ട്രോൺസ് ആണ്, അതിന്റെ പകുതിയാണ് 5. ഇതിനെ പറയണതാണ് ഹാഫ് ഫിൽഡ് എന്ന് പറയും, ഹാഫ് ഫിൽഡ്. അപ്പൊ ഈ ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇതിന് ഇങ്ങനെ ഒരു എക്സെപ്ഷണൽ കേസ് വന്നത് കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിയിലെ മാക്സിമം ഇലക്ട്രോൺസ് 10 ആണ്. അതായത് ഇവിടെ ഫുള്ളി ഫിൽഡ് ആണ്. 10 ഇലക്ട്രോൺസ് ആണ് മാക്സിമം ഡിക്ക് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് ഫുള്ളി ഫിൽഡ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മാക്സിമം എസ്സിനാണെങ്കിൽ 2 ഇലക്ട്രോൺസ് പറ്റും. ഇവിടെ ആകെ 1 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ അത് ഹാഫ് ഫിൽഡ് ആണ്. അതുകൊണ്ടാണ് ഈ ക്രോമിയത്തിനും കോപ്പറിനും ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു വ്യത്യാസമായിട്ട് വന്നത്. അപ്പൊ ഇതല്ല നമ്മൾ സാധാരണ എഴുതണ പോലെ അല്ല ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും. ഇവിടെ ഇതുണ്ട്, ക്രോമിയം കോപ്പർ എന്നീ ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസങ്ങളിൽ ഡി സബ്ഷെല്ലിന് പകുതി നിറഞ്ഞതോ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ അവസ്ഥയാണ് സ്ഥിരത കൂടുതൽ പ്രകടമാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ മാത്രം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളൂ. അത് ഈ 2 എലമെന്റ്സിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇനി ഇതൊന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയോ? ഒന്നുകൂടി പറയാം. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾക്ക് കിട്ടിയിരുന്നത് മെജോറിറ്റി എല്ലാവർക്കും കിട്ടിയത് ഇതാണ്. നമ്മുടെ ക്രോമിയത്തിന്റെ ആദ്യത്തെ ക്രോമിയത്തിന്റെ പറയാം. ക്രോമിയത്തിന് മിക്കവർക്കും കിട്ടിയിട്ടുണ്ടാവും 1s2 2s2 2p6 3s2 3p6 4s2 3d4 ആണ്. ഓക്കെ, ഇവിടുന്ന് ഈ എസിന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം പോയി. അപ്പൊ ഇവിടെ 4s1 എന്ന് എഴുതി. ആ പോയ ഒരെണ്ണം ഈ ഡിക്ക് കൊടുത്തു. അപ്പൊ ഈ 4 എന്നുള്ളത് 5 ആയി. അപ്പൊ ഈ പറഞ്ഞ ശരിയായില്ലേ, ഈ എസ്സിന്ന് ഒരെണ്ണം പോയിട്ട് അത് ഡിക്ക് കൊടുത്തു. അപ്പൊ ഡിക്ക് 5 ആയി, എസിന്റെ പോയത് കൊണ്ട് ഒരെണ്ണം കുറഞ്ഞ് 4s1 ആവും. അപ്പൊ ഇത് കൂട്ടി കഴിഞ്ഞാലും നമുക്ക് 24 തന്നെ കിട്ടും അല്ലെ. 2 + 2 4, 4 + 6 10, 10 + 2 12, 12 18,
പ്ലസ് 19 പ്ലസ് 5 24 കിട്ടും. അപ്പോ ഇവിടെ നോക്കിയേ എസ്സില് മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് പറ്റുള്ളൂ. അപ്പോ ഈ എസ്സില് മാക്സിമം 2 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ന്റെ പകുതിയാണ് 1 എന്ന് പറയണത്. അപ്പൊ ഇവിടെ എസ്സില് ഹാഫ് ഫിൽഡ് ആണ്, അതായത് 2 ഇലക്ട്രോൺസ് മാക്സിമം പറ്റും. എന്നാ വരണത് S1 ആണ്, 4s1 ആണ്. അപ്പൊ ഹാഫ് ഫിൽഡ് ആയിരിക്കും. ഈ D5 എന്ന് പറയണത് ഡിയില് മാക്സിമം വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 10 ആണ്. ഈ 10ന്റെ പകുതിയാണല്ലോ 5. അപ്പൊ 5നും ഒരു സ്ഥിരത കൂടുതലാണ്, അതായത് പകുതി ഫില്ലായതിന് സ്ഥിരത കൂടുതലാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ പൂർണ്ണമായിട്ട് ഫില്ലായത്, അല്ലെങ്കിൽ പകുതി നിറഞ്ഞതിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഇത് എത്ര ഉള്ളൂ. ഇവിടെ നോക്കിയേ, എസിനാണെങ്കിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ്, ഡിയിലാണെങ്കിൽ മാക്സിമം 10 ഇലക്ട്രോൺസ് ആണ് പറ്റുള്ളൂ. ഇവിടെ 2ന്റെ പകുതിയാണ് 1 എന്ന് പറയണത്, ഇവിടെ 10ന്റെ പകുതിയാണ് 5 എന്ന് പറയണത് അല്ലെ. അപ്പോ ഈ ഹാഫ് ഫിൽഡിനും ഫുള്ളി ഫിൽഡിനും കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് ഇവിടെ നോക്കിയേ, ക്രോമിയത്തിന്റെ കേസിൽ ഈ D4 പകരം D5 വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കൂടുതലാണ്. S2 എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫിൽഡ് തന്നെയാണ്, പക്ഷെ അതിന്റെ പകുതി വന്ന 4s1 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആവും. അതുകൊണ്ടാണ് സ്ഥിരത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറയില്ലേ, സോഡിയം ക്ലോറൈഡിന്റെ ഒക്കെ ഇന്നലെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. ലാസ്റ്റ് 8 ഇലക്ട്രോൺസിനെ ഉണ്ടാക്കാൻ നോക്കണ കുറച്ച് പരിപാടി ഉണ്ടെന്ന് സ്ഥിരത കിട്ടാൻ വേണ്ടി. അതേപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ക്രോമിയത്തിന് ഇങ്ങനെ വന്നത്. ഇവിടെ കോപ്പറിനെ സംബന്ധിച്ചാണ് ഇതേപോലെ തന്നെ എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് പറ്റുള്ളൂ, അതിന്റെ പകുതിയാണ് 1. ബാക്കിയുള്ള 1 ഇലക്ട്രോൺ അത് ഡിയിലേക്ക് കൊടുത്തു. അപ്പൊ ഇവിടെ D9 എന്നുള്ളത് D10. അപ്പൊ ഈ D10ല് ഫുള്ളി ഫിൽഡ് ആണ് വരിക. അപ്പൊ ഹാഫ് ഫിൽഡിനും ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള, ഒന്നെങ്കിൽ പകുതി നിറഞ്ഞതോ അല്ലെങ്കിൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ അവസ്ഥയാണ് സ്ഥിരത കൂടുതൽ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ക്രോമിയത്തിനും കോപ്പറിനും ഒരു എക്സെപ്ഷണൽ കേസ് വന്നത്. ഈ 2 എലമെന്റ്സിനും ഉള്ളൂ. ക്ലിയർ ആണോ? ഇനി ഒന്നുകൂടി പറയണോ? എല്ലാവർക്കും മനസ്സിലായോ? അടുത്തയിലേക്ക് പോട്ടെ. ഓക്കെ, ഇതൊരു എക്സെപ്ഷണൽ കേസ് ആട്ടാ, അത് നോക്കി പഠിക്കണേ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോണത് ബ്ലോക്കുകളെ പറ്റിയാണ്. പ്രധാനമായിട്ടും 4 ബ്ലോക്കുകളാണ് ഉള്ളത്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ സബ്ഷെല്ല് പോലെ തന്നെ 4 ബ്ലോക്ക്, എസ്, പി, ഡി, എഫ്, 4 ബ്ലോക്ക് ആണ് ഉള്ളത്. 4 ബ്ലോക്ക് പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക, നമ്മൾ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺസ് ഏത് സബ്ഷെല്ലിലായിരിക്കോ വരിക അതായിരിക്കും അതിന്റെ ബ്ലോക്ക്. ഒന്ന് ജനറൽ ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് വെച്ച് പറയും ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ ആൾക്കാരാണ് വരിക എന്ന്. അടുത്തൊരു രീതിയിൽ പറയാണ്, നമ്മൾ ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഏത് സബ്ഷെല്ലിലാണോ അവസാന ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യുക അതായിരിക്കും അതിന്റെ ബ്ലോക്ക്. അത് നമുക്ക് പറഞ്ഞുതരാം ഞാൻ. ഓക്കെ, ബ്ലോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് SPDF 4 ബ്ലോക്ക് ആണുള്ളത്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ നിങ്ങള് കുറച്ച് ഗണത്തിന്റെ എലമെന്റ്സ് ഞാൻ തരാം, അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതാട്ടാ. ആദ്യം ലിഥിയത്തിന്റെ ഒന്ന് എഴുതി വെക്കേ. ലിഥിയം ആറ്റോമിക് നമ്പർ 3. ലിഥിയം ആറ്റോമിക് നമ്പർ 3. ഓക്കെ, എല്ലാവർക്കും കിട്ടിയെന്നോണ് അല്ലെ? ഇത് എഴുതി നോക്കിക്കോളൂ, നമുക്ക് കൂടെ എഴുതി നോക്കാം കേട്ടോ. ഓക്കെ, ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 1s2, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1 ആണ്.
അതായത് അവസാനത്തെ ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യണത് ഈ 2s1 അവസാനത്തെ ഏത് സബ്ഷെല്ലാണ് വരണത്? ഇവിടെ എസ് എന്നുള്ള സബ്ഷെല്ലിലാണ് വരണത് ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം. അപ്പൊ ബ്ലോക്ക് എന്ന് പറയുന്നത് എസ് ആയിരിക്കും. അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ വരണത് അതായിരിക്കും അതിന്റെ ബ്ലോക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത് ഒന്ന് എഴുതിയ നൈട്രജൻ ആറ്റോമിക് നമ്പർ 7 ഒന്ന് എഴുതി നോക്കിയേ. നൈട്രജൻ എഴുതാം കേട്ടോ. ആറ്റോമിക് നമ്പർ 7. അനി ഏത് ബ്ലോക്ക് ആണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഏത് ബ്ലോക്ക് വരും? അവസാനം ഏത് സബ്ഷെല്ലിലാണോ ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം അതായിരിക്കും അതിന്റെ ബ്ലോക്ക്. ബ്ലോക്ക് 3 എന്ന് എഴുതല്ലേ. നമ്മൾ പറയാ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഇങ്ങനെ 4 ബ്ലോക്കാണ് പറയാ. ഒന്നെങ്കിൽ എസ്, അല്ലെങ്കിൽ പി, ഡി, അല്ലെങ്കിൽ എഫ് കേട്ടാ. ഏത് ബ്ലോക്കാ? നൈട്രജന്റെ എഴുതി നോക്കിയിട്ട്. പി ബ്ലോക്ക്. ഓക്കെ, നമുക്ക് കിട്ടി 1s2 2s2 2p3 ആണെന്ന്. അവസാനത്തെ ഇലക്ട്രോൺ പി സബ്ഷെല്ലിലാണ് ഫില്ല് ചെയ്യുക. അപ്പൊ ബ്ലോക്ക് പി. ഇനി നിങ്ങൾ ഇതൊന്ന് എഴുതി നോക്കിയേ. സ്കാൻഡിയം ആറ്റോമിക് നമ്പർ 21 ചെയ്ത് നോക്കിയേ. ഇത് ഞാൻ ചെയ്യിപ്പിക്കണത് നിങ്ങൾക്ക് അതൊന്ന് ഉറക്കാൻ വേണ്ടിയിട്ടാട്ടാ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനൊന്ന് ഉറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കേട്ടാ. സ്കാൻഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 21. ബ്ലോക്കും പറയണേ. ബ്ലോക്ക് എഴുതുമ്പോൾ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യുക കേട്ടോ. അത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴും ബ്ലോക്ക് എഴുതുമ്പോഴും സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, കുറെ പേർക്ക് കിട്ടി. നമുക്കൊന്ന് പറയാം. സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക 1s2 2s2 2p6 3s2 3p6 3d1 4s2. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടി വെക്കുക. ഇതിപ്പോ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. 3p കഴിയുമ്പോ 4s അല്ലേ, അത് കഴിഞ്ഞല്ലേ 3d. അത് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. അത് അവര് 3 വരണത് ഒരുമിച്ച് എഴുതിയേക്കണതാണത്. അത് കഴിഞ്ഞ് 4 എഴുതി. നിങ്ങൾ ശരിക്കും ഉള്ള രീതിയിൽ തന്നെ എഴുതിയാ പോയാൽ മതി. ഇത് ഇങ്ങനെ എഴുതിയെന്ന് വെച്ച് തെറ്റല്ല എന്ന് മാത്രമേ ഞാൻ പറയണുള്ളൂ കേട്ടോ. ഓക്കെ, 2 + 2 4. ഇനി നമ്മൾ ചെയ്തത് തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് അല്ലെ. എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് തന്നെയാണ്. ഇനി പിയിലാണ് ഈ മാക്സിമം 6 ഇലക്ട്രോൺസ്. ഓക്കെ, 6 ഇലക്ട്രോൺസ്. അപ്പൊ ഈ 6 ഇലക്ട്രോൺസ് കഴിയാണ്ട് അടുത്തൊരു സബ്ഷെല്ലിലേക്ക് പോവില്ല. അതൊന്ന് ലോജിക്കായിട്ട് ആലോചിച്ചാൽ മതി. അപ്പൊ 2 + 2 4, 4 + 6 10, 10 + 2 12, 18, 19, 20, 21. ബ്ലോക്ക് ഡി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ കോപ്പറിന്റെ ഒന്ന് ചെയ്ത് നോക്കിയാ. കോപ്പറിനെ നമ്മൾ പറഞ്ഞതാണ് 29 ആണ്. ഒരു വ്യത്യാസമുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയേ. ശരിക്കുള്ളത് എഴുതിക്കോളൂ കേട്ടാ. ഇനി കോപ്പറിന്റെ നമ്മള് കറക്റ്റ് ചെയ്ത് പഠിച്ചായിരുന്നു. അപ്പൊ ശരിക്കുള്ളത് എഴുതിക്കോളൂ.
എന്നിട്ട് ഏത് ബ്ലോക്ക് ആണെന്നും പറയണേ. കോപ്പർ, Cu. ഇപ്പോഴും കുറെ പേര് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യണ്ടല്ലോ, സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യും. ബ്ലോക്ക് എഴുതുമ്പോ സ്മോൾ ലെറ്റർ ആണ്. ഓക്കെ, കിട്ടിയെന്നാണ് അല്ലെ? എല്ലാവർക്കും കിട്ടിയില്ലേ ആൻസർ? ഓക്കെ, നമുക്ക് പറയാം. നമ്മുടെ കോപ്പറിന്റെ കേസിൽ 1s2, 2s2, 2p6, 3s2, 3p6, 3d10, 4s1. ഈ 4s1 കഴിഞ്ഞ് 3d10 എഴുതിയാൽ ശരി തന്നെയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ പഠിച്ച പോലെ തന്നെ ഓർഡറിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ലാസ്റ്റ് വരണത് ഡി സബ്ഷല. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൺഫ്യൂഷൻ ആവും. മറ്റേ ഇങ്ങനെ ഇതേപോലെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന രീതി തന്നെ എഴുതിയാൽ മതി. 4s1 കഴിഞ്ഞ് 3d10 എഴുതിയാൽ മതി. അവസാനത്തെ ഇലക്ട്രോൺസ് ഡി സബ്ഷെല്ലാണ് വരിക. അതുകൊണ്ട് ഇത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മിസ്സേ, അത് ലാസ്റ്റ് പറഞ്ഞില്ലേ, അത് ഡി ബ്ലോക്ക് ആന്ന് പറഞ്ഞില്ലേ മിസ്സേ? അപ്പൊ 4s1 എഴുതിയിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പൊ അത് 4s1 അല്ല 4s1 എന്നാണല്ലോ ഇപ്പൊ അതിൽ എഴുതിയേക്കുന്നത് ലാസ്റ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഡി ബ്ലോക്ക് ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിൽ, ചില ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റാതിരുന്നത്. ഇങ്ങോട്ട് നോക്കിയേ, ഇത് നമ്മുടെ ഓർഡർ അനുസരിച്ച് 3p6 3p കഴിഞ്ഞിട്ട് 4s തന്നെയാണ് വരിക. 4s കഴിഞ്ഞിട്ടാണ് 3d വരിക. അതേപോലെ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, നമ്മൾ എഴുതുമ്പോ നോക്കിയേ, 3p കഴിഞ്ഞിട്ട് 4s കഴിഞ്ഞിട്ട് 3d തന്നെ എഴുതിയാൽ മതി. അവര് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ അങ്ങനെ കൊടുക്കാൻ കാരണം ഈ 3യുടെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് എഴുതണതാണ്. 3s2, 3p6 കഴിഞ്ഞിട്ട് 3d10 കഴിഞ്ഞിട്ട് 4s1 എന്ന് എഴുതണതാണ്. ഇങ്ങനെ എഴുതിയാൽ മതി, കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. അത് തെറ്റൊന്നുമല്ല, അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. അവര് 3യുടെ സബ്ഷനിൽ വരണത് എല്ലാം കൂടി ഒരുമിച്ച് എഴുതി. നമ്മൾ ഓർഡർ വെച്ചിട്ടാണ് അവർ ഇലക്ട്രോൺസിന്റെ നമ്പർ ചെയ്തേക്കണതും ആ ഓഫ് ബോ പ്രിൻസിപ്പളിന്റെ റൂള് വെച്ചിട്ട് തന്നെയാണ്. അത് എഴുതുമ്പോ അങ്ങനെ എഴുതണമെന്നുള്ളൂ. അത് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ ഇട്ടത്. ഇത് 4s1 കഴിഞ്ഞിട്ട് തന്നെയാണ് 3d10 ഫിൽ ആവുള്ളൂ. 4s കഴിഞ്ഞിട്ടാണ് 3d ഫിൽ ആവുള്ളൂ. ഓക്കെ, ഇതില് 4s കഴിഞ്ഞതിന് ശേഷം മാത്രമേ 3d ഫിൽ ആവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അത് ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നോക്കാം ഈ പീരിയോഡിക് ടേബിൾ അനുസരിച്ച് ഇത് ഏത് ബ്ലോക്ക് ഒക്കെ വരുമെന്ന്. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിൾ കുറെ ആയിട്ട് പറയണു. 7 പീരീഡ് ഉണ്ട്, അതുപോലെ 18 ഗ്രൂപ്പ് ഉണ്ട്, താഴെ ഒരു ലാന്തനൈറ്റ്സ് ഉണ്ട്, ആക്ടിനോയിഡ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കുറെ പറയണു. ഓക്കെ, അപ്പോ ഇത് ഏതൊക്കെ ബ്ലോക്കുകാർ ഏതിലൊക്കെ വരും എന്ന് നോക്കാം. ഈ 1-2 ഗ്രൂപ്പുകാര് പീരിയോഡിക് ടേബിളിൽ 1-2 ഗ്രൂപ്പുകൾ ഉൾപ്പെട്ട മൂലകങ്ങൾ പറയണതാണ് എസ് ബ്ലോക്ക്. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ എഴുതിയത് നോക്കാം. ലിഥിയം എസ് ബ്ലോക്ക് ആണ്. പീരിയോഡിക് ടേബിളില് ലിഥിയം കിടക്കണത് ഇതിൽ അത്ര ക്ലിയർ അല്ല അല്ലെ? ഓക്കെ, വേറെ ക്ലിയർ ആയത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ പൊട്ടാഷ്യത്തിന്റെ എഴുതി നോക്കിയേ. ലാസ്റ്റ് എഴുതി നോക്കിയതായിരുന്നു നമ്മൾ. എസ് സബ്ഷെല്ലിലായിരിക്കും ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യാം. ലാസ്റ്റ് 4s1 ആയിരിക്കും ലാസ്റ്റത്തെ ഇലക്ട്രോൺ. അപ്പൊ അതായത് ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് ഈ പറഞ്ഞ പൊട്ടാഷ്യം കിടക്കണത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എസ് ബ്ലോക്ക് ആണെന്ന് കിട്ടും. അതായത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ വേണമെങ്കിൽ പൊട്ടാഷ്യത്തിന്റെ ഒന്ന് വായിക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s1 ആണ്. 4s1 ലാസ്റ്റ് വന്നത് കൊണ്ട് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. അതായത് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 1-2 ഗ്രൂപ്പുകാരെയാണ് നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. ഇവിടെ കെ എന്ന് പറയുന്നത് പൊട്ടാഷ്യം ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആണല്ലോ.
ഓക്കെ, അത്രേ ഉള്ളൂ ഉദ്ദേശിച്ചത് ഞാൻ. അപ്പൊ പീരിയോഡിക് ടേബിളിൽ 1-2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറയുക. അതേപോലെ പീരിയോഡിക് ടേബിളിൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാരെയാണ് നമ്മൾ പി ബ്ലോക്ക് എന്ന് പറയുക. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കേട്ടോ, താഴേക്കുള്ളത്. സോറി, ഞാൻ എടുക്കുമ്പോൾ കാണിച്ചാൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകാരാണെങ്കിൽ ഡി ബ്ലോക്ക്, ലാന്തനോയിഡും ആക്ടിനോയിഡും ഉൾപ്പെട്ട ബ്ലോക്ക് ആണെങ്കിൽ എഫ് ബ്ലോക്ക്. അപ്പൊ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ എപ്പോഴും. പീരിയോഡിക് ടേബിളിൽ 1-2 ഗ്രൂപ്പുകാരെ നമ്മൾ പറയും എസ് ബ്ലോക്ക്, 3 മുതൽ 12 വരെയുള്ളവരെ ഡി ബ്ലോക്ക് എന്ന് പറയും, 13 മുതൽ 18 വരെയുള്ളവരെ പി ബ്ലോക്ക് എന്ന് പറയും, ലാന്തനോയിഡും ആക്ടിനോയിഡുകളും ആണെങ്കിൽ എഫ് ബ്ലോക്ക് എന്ന് പറയും. ഇത് 1-2 ഗ്രൂപ്പ് അല്ലേ, ഈ 1-2 ഗ്രൂപ്പുകാരെ നമ്മൾ പറയണതാണ് എസ് ബ്ലോക്ക്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകാരെ നമ്മൾ പറയണ പേരാണ് ഡി ബ്ലോക്ക്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താഴേക്ക് കേട്ടാ, പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റിലേക്ക്, ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 3 മുതൽ 12 വരെയുള്ളവര്. പി ബ്ലോക്ക് ആണെങ്കിൽ 13 മുതൽ 18 വരെയുള്ള ആൾക്കാരെയാണ് നമ്മൾ പി ബ്ലോക്ക്. ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, പീരിയോഡിക് ടേബിളിൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാർ ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാരെയാണ് നമ്മൾ പി ബ്ലോക്ക് എന്ന് പറയാ. ഈ താഴെ 2 നിരയിലായിട്ട് കിടക്കണവരെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. പിന്നെ ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സ് നിങ്ങൾക്ക് അറിയാലോ, ഈ ഭാഗത്തായിട്ട് ഇതിൽ ഉണ്ടാവും. ഇവിടെ കണ്ടോ, അതുകൊണ്ടാണ് ഇതിന് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുക. ഇവിടെ തൊട്ടാണ് ശരിക്കും ഈ 6ാമത്തെ പീരീഡിലാണ് ശരിക്കും ഈ പറഞ്ഞ ലാന്തനോയിഡ്സും 7ാമത്തെ പീരീഡിലാണ് ശരിക്കും ആക്ടിനോയിഡ്സും വരിക. അതായത് ഈ 2 സ്ഥലത്താണ് ശരിക്കും ഇത് ഈ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും വരിക. പക്ഷെ ഇവരുടെ പ്രോപ്പർട്ടീസ് കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ താഴെ ഒരു 2 നിരയായിട്ട് കൊടുത്തേക്കണതാണ്. ശരിക്കും ഈ 6th പീരീഡിലും 7th പീരീഡിലൊക്കെ ആയിട്ടാണ് ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും വരിക. അത് നമ്മൾ സെപ്പറേറ്റ് 2 നിരയായിട്ട് സെപ്പറേറ്റ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ് ലാന്തനോയിഡ്സ് ആയിട്ട് താഴെ ഇട്ടേക്കണതാണ് കേട്ടോ. ക്ലിയർ ആയോ? ഞാൻ ഒന്നുകൂടി പറയണോ? ഡൗട്ട് ഉള്ളവരൊന്ന് ചോദിക്കോ? ഓക്കെ, അടുത്തേക്ക് പോട്ടെ. ബാക്കിയുള്ളവര് പറഞ്ഞില്ലല്ലോ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ തുടക്കത്തിൽ കുറച്ച് മൂലകങ്ങൾ എന്താ, തന്മാത്ര എന്താ, ആറ്റം എന്താണെന്നൊക്കെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉള്ളവർ ഉണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പതുക്കെ പഠിക്കാം കേട്ടാ. ഇങ്ങനെ കൺഫ്യൂഷൻ തന്നെ കുറച്ച് ഭാഗങ്ങൾ ഒരു പിടിയില്ലാണ്ടിരിക്കണവർ, പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ പതുക്കെ നമുക്ക് അറിയാണ്ട് തന്നെ കിട്ടിക്കോളൂ കേട്ടോ. നമ്മൾ ആ തന്മാത്രകളൊക്കെ എടുക്കുമ്പോൾ അതൊന്നും കൂടി നമ്മൾ റിവൈസ് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പീരീഡ് നമ്പറിന്റെ കാര്യം പറയാം. 2 കൂടി തരാം അല്ലെ. ഈ കാർബണിന്റെ ബെറിലിയത്തിന്റെ ഒന്നും നിങ്ങൾ എഴുതിയില്ലല്ലോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിങ്ങൾ ഒന്ന് എഴുതി നോക്കിയേ. ബെറിലിയം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതിയേ. 4 ആണ് അറ്റോമിക് നമ്പർ വരിക കേട്ടോ. കുറെ പേർക്ക് കിട്ടി, ബാക്കിയുള്ളവർ ചെയ്തില്ലേ? ഈ ക്ലാസ് കഴിയുമ്പോ തന്നെ ഇത് ഉറക്കണം കേട്ടോ. ഓക്കെ, കുറെ പേർക്ക് കിട്ടിയെന്നോണ് അല്ലെ. ഓക്കെ, അപ്പൊ ബെറിലിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 ആണ്. കാർബണിന്റെ കൂടി നിങ്ങൾ എഴുതിയേ. കാർബൺ ആറ്റോമിക് നമ്പർ 6. കാർബൺ ആറ്റോമിക് നമ്പർ 6.
ഓക്കെ. അപ്പൊ നമ്മളെ ആറ്റത്തിന്റെ ക്ലാസ് പഠിച്ചപ്പോ ഗ്രൂപ്പും പീരീഡും കാണാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് കുറച്ച് രീതികളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? ഒന്നാമത്തെ ഗ്രൂപ്പുകാരെയും രണ്ടാമത്തെയും ഒക്കെ നമ്മുടെ പീരീഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും കാണാൻ പഠിച്ചു. ഇത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും കാണാനായിട്ടാണ് ഇനി പഠിക്കാൻ പോണത്. അപ്പൊ നോക്കിയേ, ഒരു മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസത്തില് ബാഹ്യതമ ഷെല്ല്, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ തന്നെയാണ്, ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പീരീഡ് നമ്പർ. ഇവിടെ നോക്കിയേ, ബെറിലിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 ആണ്. അതായത് ഇവിടെ രണ്ട് ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ ആണ് ചോദിച്ചാണ്. ബാഹ്യതമ ഷെല്ല്, ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ നമുക്കറിയാം 2 ആണ് അല്ലെ? 2. അപ്പൊ പീരീഡ് നമ്പർ 2 ആണ്. ഓക്കെ. ഇനി ഇവിടെ കാർബൺ ആറ്റോമിക് നമ്പർ 6 ആണ്. അപ്പൊ 1s2 2s2 2p2 ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ 2 ആണ്. അപ്പൊ പീരീഡ് നമ്പർ 2 ആണ്. ഷെല്ലിന്റെ നമ്പർ ആണ് ചോദിച്ചേക്കണേ, ഇലക്ട്രോണിന്റെ നമ്പർ അല്ല. മുകളിൽ കിടക്കണ ഇലക്ട്രോണിന്റെ നമ്പർ അല്ല. ഷെല്ലിന്റെ നമ്പർ ഈ കിടക്കണതാണ് ഷെല്ലിന്റെ നമ്പർ കേട്ടാ. മുകളിൽ കിടക്കണത് ഇലക്ട്രോണിന്റെ നമ്പർ ആണേ. ഇനി സോഡിയം നമ്മൾ ചെയ്തു നോക്കിയതാണ്. 1s2 2s2 2p6 3s1. അപ്പൊ മൂന്നാമത്തെ സബ്ഷെല്ലാണ് ഇത് അവസാനിക്കണത്. അപ്പൊ പീരീഡ് നമ്പർ 3. ഇനി പൊട്ടാസ്യത്തിന്റെ 1s2 2s2 2p6 3s2 3p6 4s1 ആണ്. 4 എന്നുള്ള സബ്ഷെല്ലിലാണ് ഇത് പറയണത്. അപ്പൊ പീരീഡ് നമ്പർ 4 ആയിരിക്കും. പീരീഡ് നമ്പറും ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ നമ്പറും സെയിം ആയിരിക്കും. അങ്ങനെയാണ് പീരീഡ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. കിട്ടിയോ? ഒന്നുകൂടി പറയണോ? ക്ലിയർ ആയോ? ഒന്നും കൂടി പറയണോ? ബാക്കിയുള്ളവരൊന്നും പറഞ്ഞില്ലല്ലോ. മിസ്സേ, പീരിയോഡിക് ടേബിളിലെ പീരീഡ് നമ്പർ ആണോ ഇതൊക്കെ? പീരിയോഡിക് ടേബിളിലെ പീരീഡ് നമ്പർ അത് തന്നെ. പീരിയോഡിക് ടേബിളിലെ പീരീഡ് നമ്പർ. ഇപ്പം പൊട്ടാഷ്യത്തിന്റെ പീരീഡ് നമ്പർ 4. ഞാൻ ആ പടം വെച്ച് കാണിച്ചു തരാം. 1 2 3 4ാമത്തെ പീരീഡിലാണ് പൊട്ടാഷ്യം കിടക്കണം. ആ പീരീഡ് നമ്പർ ആണ് നമ്മൾ ഈ കണ്ടുപിടിച്ചത്. 4ാമത്തെ പീരീഡ് ഗ്രൂപ്പ് 1 എങ്ങനെ കിട്ടിയേ? അത് നമ്മൾ എടുക്കണുള്ളൂ, അത് പറഞ്ഞുതരാം. നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് ലാസ്റ്റ് വരണത് സബ്ഷെൽ ഏതാണോ അതാണ് അതിന്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞു. ലാസ്റ്റ് 4 എസിലാണ് അവസാനിക്കുക. അപ്പൊ നമ്മുടെ ബ്ലോക്ക് എസ് ബ്ലോക്ക് ആണെന്ന് കിട്ടി. ഇത് പീരീഡ് നമ്പർ കാണാനുള്ള രീതിയാണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാ, അവസാനത്തെ ഇലക്ട്രോൺസ് ഏത്, അതെ, പൊട്ടാഷ്യത്തിന്റെ അവസാനത്തെ ഇലക്ട്രോൺ എസ് എന്നുള്ള സബ്ഷെല്ലിൽ അവസാനിക്കുന്നതുകൊണ്ട് അത് എസ് ബ്ലോക്ക്. ഇവിടെ ലാസ്റ്റ് ഷെൽ നമ്പർ 4s1 ആണ് വന്നത്. അതായത് 4ാമത്തെ സബ്ഷെല്ലിലാണ് വന്നത്. അതുകൊണ്ട് ഈ 4 പീരീഡ് നമ്പർ. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ കിടക്കണം. 4ാമത്തെ പീരീഡിലാണ് കിടക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? അടുത്തയിലേക്ക് പോട്ടെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടുള്ളവര് ചോദിക്കണേ. ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. ഓവർലോഡ് ആയ
ഓക്കെ, അടുത്തത് ഞാൻ പറയാം. ഓക്കെ, ഇനി ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാണ്. അപ്പൊ പീരീഡ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. ആദ്യം തന്നെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാ. അവസാനത്തെ ഷെൽ നമ്പർ തന്നെയായിരിക്കും അതിന്റെ പീരീഡ് നമ്പർ എന്ന് നമ്മൾ പഠിച്ചു. ഇനി വേറെ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോ ഷെല്ലുകളുടെ എണ്ണം എത്രയാന്ന് നോക്കുക. അത് തന്നെയായിരിക്കും പീരീഡ് നമ്പർ എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാ? ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ്. പൊട്ടാഷ്യത്തിന്റെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ വരിക 2881 ആണ്. അതായത് 4 ഷെല്ല് ഉണ്ടെന്ന് പഠിച്ചു. അപ്പൊ ഷെൽ നമ്പർ ഈക്വൽ ടു പീരീഡ് നമ്പർ, അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമ്മൾ പീരീഡ് നമ്പർ കാണാനാണ്. ഇനി ആ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പൊട്ടാഷ്യത്തിന്റെ ഇപ്പൊ എഴുതുമ്പോൾ 2881 ആണ്. അവസാനത്തെ ഇലക്ട്രോൺ 1 ആയതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ 1 ആണെന്നും ആ രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ മുന്നത്തെ ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഗ്രൂപ്പും പീരീഡും കാണാൻ പറ്റും. ഇത് സബ്ഷെല്ല് യൂസ് ചെയ്തിട്ട് ഗ്രൂപ്പും പീരീഡും കാണേണ്ട രീതിയാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ലിഥിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1 ആണ് വരിക. അതായത് അവസാനത്തെ ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിൽ വരുന്നതുകൊണ്ട് നമുക്കിതറിയാം എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. ഇനി 2 ആണ് അവസാനത്തെ ഷെൽ നമ്പർ വരുന്നതുകൊണ്ട് പീരീഡ് നമ്പർ 2 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഗ്രൂപ്പ് നമ്പർ ആണ്. അവസാന എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ. നോക്കിയേ, ഇവിടെ ഇലക്ട്രോണിന്റെ നമ്പർ മുകളിൽ എഴുതിയേക്കുന്നതാണ് ഇലക്ട്രോൺ നമ്പർ. ഇലക്ട്രോൺ നമ്പർ 1 ആണ്, അതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ 1 ആണ്. കാൽസ്യത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2. പീരീഡ് 4 വരും. കാര്യം ലാസ്റ്റ് വരണ സബ്ഷെല്ല് 4 ആണ്. ബ്ലോക്ക് എസ് വരും. ലാസ്റ്റ് എസ്സിലാണ് അവസാനിച്ചേക്കണേ. ഇനി ഗ്രൂപ്പ് നമ്പർ കാണാൻ ഈ മുകളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണാണ് ഗ്രൂപ്പ് നമ്പർ. അതായത് എസ് ബ്ലോക്ക് എലമെന്റ്സിന് മാത്രമായിരിക്കും കേട്ടോ ഇതിന്റെ വരിക. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. ഈ മുകളിൽ കിടക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. ക്ലിയർ ആയോ? കുറച്ച് കൺഫ്യൂഷൻ വന്നുണ്ടാ? ഒന്നിരുത്തി പഠിക്കണേ. ഓക്കെ, മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. കാൽസ്യത്തിന്റെ നോക്കിയ കാൽസ്യം കിടക്കണത് ഇവിടെ ആട്ടാ കാൽസ്യം വരിക. 19 കഴിഞ്ഞ് ഇവിടെ എന്തോ വേറെ എന്തോ കീറി പിടിച്ചു. കാൽസ്യം ഇവിടെയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 1 2 3 4ാമത്തെ പീരീഡിലാണ്. പിന്നെ ഗ്രൂപ്പ് നമ്പർ നോക്കി കഴിഞ്ഞാൽ 2ാമത്തെ ഗ്രൂപ്പിലാണ് കിടക്കണത്. ബ്ലോക്ക് നോക്കിയാൽ 1 2 ഗ്രൂപ്പ് വരെ എസ് ബ്ലോക്ക് ആണ്. ഇത് ഈ പടം നോക്കി ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. വേറെ ഒരു നല്ല പടമായിരുന്നു. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇത് തന്നെ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വെച്ചു. 1s2 2s2 2p6 3s2 3p6 4s2 എന്ന് എഴുതി. അപ്പൊ അവസാനത്തെ ഷെൽ നമ്പർ വന്നത് 4 ആണ്. ആ ഷെൽ നമ്പർ എന്തിനോട് ഈക്വല? പീരീഡ് നമ്പറോട് ഈക്വല. അപ്പൊ ഇവിടെ പീരീഡ് നമ്പർ 4 വരും. അവസാനത്തെ ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിൽ വരുന്നത് കൊണ്ട് ഇത് എസ് ബ്ലോക്ക് ആണ്. ഈ അവസാനത്തെ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. അത് തന്നെയായിരിക്കും ഗ്രൂപ്പ് നമ്പർ. അപ്പൊ ഗ്രൂപ്പ് നമ്പറും കിട്ടി, പീരീഡ് നമ്പറും കിട്ടി, ഏത് ബ്ലോക്ക് ആണെന്നും കിട്ടി. ഇത് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ കാര്യം. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവുക. അപ്പൊ ഒന്ന് എടുത്ത് വായിക്കണേ. പിന്നെ പീരീഡ് നമ്പർ കാണാൻ എല്ലാത്തിനും ഒരേ ഒരു കാര്യമുള്ളൂ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ നമ്പറും പീരീഡ് നമ്പറും സെയിം ആയിരിക്കും. പീരീഡ് നമ്പറിൽ ഒരു വ്യത്യാസമില്ല. ഗ്രൂപ്പ് നമ്പർ കാണാൻ ഓരോ ബ്ലോക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എസ് ബ്ലോക്കിന് വേറെ രീതിയിലായിരിക്കും ഗ്രൂപ്പ് നമ്പർ കാണാം. പി ബ്ലോക്കിന് വേറെ രീതിയിലാവും, ഡിയില് വേറെ രീതിയിലാവും. അത് മാത്രമേ ഉള്ളൂ ആകെ കൺഫ്യൂഷൻ.
ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ പീരീഡ് നമ്പറിനോട് ഈക്വൽ ആണ്. ഈ ഇലക്ട്രോണിന്റെ നമ്പർ അല്ല കേട്ടോ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ പീരീഡ് നമ്പറോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കിയേ 3 ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് 1 ആയിരിക്കും. ഓക്കെ, അപ്പോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഷെൽ നമ്പർ പീരീഡ് നമ്പറോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, പിന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ നമ്പർ ഗ്രൂപ്പ് നമ്പറിനോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കിയേ ഗ്രൂപ്പ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും സോഡിയത്തിന്റെ കേസിൽ. പീരീഡ് നമ്പർ ചോദിച്ചാൽ 3 ആയിരിക്കും. ഓക്കെ, സോഡിയം ഇവിടെയാണ് കിടക്കണത് കേട്ടോ. അപ്പൊ സോഡിയത്തിന്റെ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. പീരീഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സോഡിയത്തിന്റെ പീരീഡ് നമ്പർ 3 ആണെന്ന്, അല്ലെ? പീരീഡ് ഇവിടെയാണ് വരിക സോഡിയം. അപ്പൊ എഴുതാൻ അപ്പൊ സോഡിയത്തിന്റെ പീരീഡ് നമ്പർ 3 ആണ്. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്തത് പറയണോ? ലോഡ് കൂടിയാ? അടുത്തതും കൂടി ഡൈജസ്റ്റ് ചെയ്യാനുള്ള പറ്റുമോ? മതിയാ? ഞാൻ എന്നാ ഒന്നും കൂടി ആദ്യം തൊട്ട് ഒന്നും കൂടി പറയാം. ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാന്താവും, ഒന്നും പഠിക്കില്ല. മടിയതാണോ മതിയിലാണോ? ഓക്കെ, കുറെ പേർക്ക് മതിന്നായി, മടുത്തു, മനസ്സിലായില്ല എന്നോട്. ഓക്കെ, ഞാൻ ഒന്നും കൂടി ഇത് ഇന്നും എടുത്തത് ഒന്നും കൂടി പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. പുതിയത് എടുക്കണില്ല. ഓക്കെ, സ്ലൈഡ് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ഫുൾ ആയിട്ടായിരിക്കും ഷെയർ ചെയ്യുക. അപ്പൊ അത് എടുക്കാത്ത ഭാഗം നോക്കണ്ട, എടുത്തത് വരെ നോക്കിയാൽ മതി കേട്ടോ. മതി ഇല്ല, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം ഇതുവരെ എടുത്തത്. ഓക്കെ, നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും 4 സബ്ഷെല്ലുകളാണുള്ളത്, എസ്, പി, ഡി, എഫ്. ഇനി ഇതില് ഈ ഷെല്ലുകളിലെ ഊർജ നിലകൾ, അതായത് സബ് ഷെല്ലുകൾ, ഷെല്ലിന്റെ അണ്ടറിൽ വരണതാണ് സബ് ഷെല്ല്. അപ്പൊ ഷെല്ലില് ഈ സബ് ഷെല്ലുകളിൽ ഇലക്ട്രോണെ കാണപ്പെടാൻ സാധ്യത കൂടിയ മേഖലനെ നമ്മൾ പറയണതാണ് ഓർബിറ്റലുകൾ. എന്നാൽ ഇലക്ട്രോണിന്റെ സഞ്ചാര പാതേന പറയണത് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലായിരിക്കും. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു എസിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് പറ്റുള്ളൂ. ഓർബിറ്റൽ ആകെ ഒരു ഓർബിറ്റൽ. പിയിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം 6 ഇലക്ട്രോൺസ് പറ്റും, 3 ഓർബിറ്റല്. ഡിയിലാണെങ്കിൽ മാക്സിമം 10 ഇലക്ട്രോൺസ്, 5 ഓർബിറ്റലേ ഉണ്ടാവുള്ളൂ. എഫിലാണെങ്കിൽ മാക്സിമം 14 ഇലക്ട്രോൺസ്, 7 ഓർബിറ്റൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എസില് മാക്സിമം ഇലക്ട്രോൺസ് 2 ആയിരിക്കും. പിയിലാണെങ്കിൽ മാക്സിമം ഇലക്ട്രോൺസ് 6 ആയിരിക്കും. ഡിയിലാണെങ്കിൽ മാക്സിമം 10 ഇലക്ട്രോൺസ്, എഫിലാണെങ്കിൽ 14 ഇലക്ട്രോൺസ്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ ഇത് പറഞ്ഞത് ഒന്നാമത്തെ സബ് ഷെല്ല് ഒരു സബ് ഷെല്ല് ഉണ്ടാവുള്ളൂ 1s, രണ്ടാമത്തെ ഷെല്ലില് 2 സബ് ഷെല്ല് 2s 2p, ഇത് മാക്സിമം പറ്റുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം. മൂന്നാമത്തേല് 3 സബ് ഷെല്ല് 3s 3p 3d. നാലാമത്തേലാണെങ്കിൽ 4 സബ് ഷെല്ല് 4s 4p 4d 4f. പിന്നെ ഇത് നമ്മൾ എഴുതി നോക്കി കൂട്ടി കഴിഞ്ഞപ്പോ ഇത് 2 തന്നെ കിട്ടി. ഇവിടെ 2 + 6 ചെയ്യുമ്പോ 8 കിട്ടി. 2 + 6 + 10 ചെയ്യുമ്പോൾ 18 കിട്ടിയത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഓഫ് ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓർഡർ നമ്മൾ പറഞ്ഞു 1s 2s 2p 3s 3p 4s ഒക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ്. ഇപ്പൊ സോഡിയത്തിന്റെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 1s 2 ഫില്ല് ചെയ്യും. പിന്നെ അടുത്ത ഓർഡർ അനുസരിച്ച് 2s 2 ഫില്ല് ചെയ്യും. 2p 6 6 ഫില്ല് ചെയ്യും. പിന്നെ 3s 1 ഫില്ല് ചെയ്യും. ഓക്കെ, പിന്നെ ആകെ വ്യത്യാസമുള്ളത് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ആണ്. അത് ഹാഫ് ഫിൽഡും ഫുള്ളി ഫിൽഡും ആയതുകൊണ്ട് അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ.
പിന്നെ ബ്ലോക്ക് പറഞ്ഞു 4 ബ്ലോക്കാണ് പ്രധാനമായിട്ടുള്ളത്. എസ്, പി, ഡി, എഫ് എന്നുള്ള 4 ബ്ലോക്കാണ്. പിന്നെ 1, 2 ഗ്രൂപ്പ് എലമെന്റ്സ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആയിരിക്കും. 1, 2 ഗ്രൂപ്പുകാർ എസ് ബ്ലോക്ക് എലമെന്റ്സ്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകാരാണ് ഈ പി ബ്ലോക്ക് ആയിരിക്കും. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകാര് ഡി ബ്ലോക്ക് ആയിരിക്കും. ലാന്തറോയിഡും ആക്ടിനോയിഡും ആണെങ്കിൽ എഫ് ബ്ലോക്ക് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ ഫില്ല് ചെയ്യുക അതായിരിക്കും അതിന്റെ ബ്ലോക്ക്. ഓക്കെ, ഇപ്പൊ ഇവിടെ സ്കാൻഡിയത്തിന്റെ നമ്മള് 4s2 3d1 ആണ് വന്നത് ലാസ്റ്റ് ഇലക്ട്രോണ്. അപ്പോ ലാസ്റ്റ് ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിൽ വന്നതുകൊണ്ട് ഡി ബ്ലോക്ക്. പിന്നെ നമ്മൾ പറഞ്ഞു പീരീഡ് നമ്പർ കാണാൻ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ തന്നെയായിരിക്കും പീരീഡ് നമ്പർ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ ആയിരിക്കും അതിന്റെ പീരീഡ് നമ്പർ എന്ന് പറഞ്ഞു. ഏത് എലമെന്റ് ഏത് ബ്ലോക്കിലുള്ളതായാലും ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ തന്നെയായിരിക്കും പീരീഡ് നമ്പർ എന്ന് പറഞ്ഞു. എസ് ബ്ലോക്ക് മൂലാങ്കട ആണെന്നുണ്ടെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ ലിഥിയത്തിന്റെ കേസിൽ 1s2 2s1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ എസിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 1 ആയതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ 1 ആണ്. കാൽസ്യത്തിന്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആയതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ 2. പീരീഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ ആണ്. അപ്പൊ അത് 4 ആയിരിക്കും പീരീഡ് നമ്പർ. ഗ്രൂപ്പ് നമ്പർ 2 ആയിരിക്കും. 2 അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആയതുകൊണ്ട്. പിന്നെ ബ്ലോക്ക് ചോദിക്കുകയാണെങ്കിൽ എസ് ബ്ലോക്ക്, അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലാണോ വരിക അതായിരിക്കും അതിന്റെ ബ്ലോക്ക്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും ലെഫ്റ്റ് ആയില്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ, മതിയായില്ലേ? നന്നായിട്ട് പഠിച്ചു വന്നോളൂ കേട്ടാ. ഇതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയായിരിക്കും അടുത്ത ക്ലാസ്സിൽ. അപ്പൊ ഇത് കിട്ടാണ്ട് ഞാൻ പിന്നീട് എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഇന്ന് തന്നെ പോയി ആ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ ഒന്ന് നോക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക, ആറ്റത്തിന്റെ ഘടനയും. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ആദ്യം തൊട്ട് ഒന്നും കൂടി റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാട്ടോ.